തിരുവനന്തപുരം കിളിമാനൂരിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയുടെ അച്ഛനെ തലക്കടിച്ച സംഭവത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ പിതാവ് മരിച്ചിട്ടുണ്ട്. കിളിമാനൂർ സ്വദേശി ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ 17-നായിരുന്നു കൊല്ലം മടത്തറ സ്വദേശി രാജീവ് ബിജുവിനെ ആക്രമിച്ചത്. രാജീവിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളും അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. അജീഷ്, എന്താണ് സംഭവിച്ചത്? ഈ വിവാഹാഭ്യർത്ഥന നടത്തി എന്ന് പറയുമ്പോൾ എന്നായിരുന്നു ഈ സംഭവം? ഇതിൽ പ്രകോപിതനായി തലക്കടിക്കുകയായിരുന്നോ? എത്ര ദിവസം ചികിത്സയിലായിരുന്നു? വിവരങ്ങൾ. സുഹൈൽ, ഇക്കഴിഞ്ഞ 17-ന് രാത്രിയായിരുന്നു സംഭവം. രാത്രി 9 മണിക്ക് ഈ കിളിമാനൂരിലെ വീടിനടുത്തുള്ള ജംഗ്ഷനിൽ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബിജുവിനെ രാജീവ് ആക്രമിക്കുന്നത്. ഈ രാജീവ് കൊല്ലം മടത്തറ സ്വദേശിയാണ്. പക്ഷെ കുറച്ചു നാളുകളായി ബിജുവിന്റെ വീടിനടുത്ത് തന്നെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. കൂലിപ്പണിയാണ്. ഈ ബിജുവിന്റെ മകളും രാജീവുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ പ്രായപൂർത്തിയാകാത്തതിനാൽ മകളെ വിവാഹം കഴിച്ചു നൽകാൻ കഴിയില്ലെന്ന് ബിജു രാജീവിനെ അറിയിച്ചു. അതിനെ എതിർത്തിരുന്നു. ഇതാണ് പ്രകോപന കാരണം. ഇതിനെ തുടർന്നാണ് 17-ന് രാത്രി ബിജുവിന്റെ തലയ്ക്ക് കല്ലുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്. ഗുരുതരാവസ്ഥയിലായ ബിജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത്രയും ദിവസം അതിഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയായിരുന്നു ബിജു. ഇന്ന് രാവിലെയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരുന്ന ബിജു മരിച്ചത്. നേരത്തെ തന്നെ ഈ സംഭവത്തിൽ ആക്രമണം നടക്കുമ്പോൾ തന്നെ രാജീവിനെ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ മരണത്തെ തുടർന്ന് ബിജുവിനെതിരെ പോലീസ് കൊലക്കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. ശരി, 17 വയസ്സുകാരി മകളെ കല്യാണം കഴിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു വന്ന ബിജുവിനോട് പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞ പിതാവിനെ മർദ്ദിക്കുകയും തലയ്ക്ക് ക്ഷതമേൽക്കുകയും പിന്നീട് ചികിത്സയിലിരിക്കുകയും മരിക്കുകയുമാണ് ചെയ്തത്.